ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും എന്നൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട്. ഗതികെട്ടാൽ കടുവ, അതും പെൺകടുവ എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് പഴഞ്ചൊല്ലുകൾ എന്തെങ്കിലും ഉള്ളതായിട്ട് അറിയില്ല. പ്രൊഫസർ PC കർത്ത എഴുതിയ പഴഞ്ചൊൽ പ്രപഞ്ചം എന്ന പുസ്തകം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. 2018 വെള്ളപ്പൊക്കത്തിൽ അത് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി നോക്കായിരുന്നു. എന്തുവാട്ടെ, ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ ബംഗാൾ വ്യാഘ്രി എന്നറിയപ്പെട്ടിരുന്ന വിഖ്യാതയായ രാഷ്ട്രീയ നേതാവ് സാക്ഷാൽ മമതാ ബാനർജി ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ്. അവരുടെ പാർട്ടി സംസ്ഥാന തലത്തിൽ പിളർന്നു. ഋതബ്രത ബാനർജി എന്ന് പറഞ്ഞ ഒരു ചങ്ങാതി ഇപ്പോൾ ഒറിജിനൽ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കി പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുകയാണ്. യവനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണം, പ്രതിപക്ഷ നേതൃസ്ഥാനം ദീദി പറഞ്ഞ ആൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് അവർ കൽക്കട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തു. പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല. ഈ വക കാര്യങ്ങളൊന്നും ഹൈക്കോടതിയല്ല തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞ് ജഡ്ജിമാർ അത് ഫയലിൽ സ്വീകരിച്ചു. പക്ഷേ ഇടക്കാല ഉത്തരവൊന്നും പാസ്സാക്കാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് തൽക്കാലം ഈ ഋതബ്രത ബാനർജി എന്ന് പറഞ്ഞ പഴയ SFI കാരനാണ് ഇപ്പോൾ ഒറിജിനൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ആളായിട്ട് അവിടെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്നത്. സ്പീക്കർ അദ്ദേഹത്തെ അംഗീകരിക്കുകയും ചെയ്തു. മാത്രമല്ല, പ്രതിപക്ഷ നേതാവിനെ അംഗീകരിക്കേണ്ടത് കോടതിയല്ല, സ്പീക്കറാണ്. സ്പീക്കറുടെ തീരുമാനം അന്തിമമാണ് എന്നാണ് വെപ്പ്. മാത്രമല്ല, കൂടുതൽ MLA മാരും ഈ പറഞ്ഞ ഋതബ്രതൻ്റെ കൂടെയാണ്, മമതാ ബാനർജിയുടെ കൂടെയല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ രക്ഷയില്ലാത്ത അവസ്ഥയായി. പ്രാദേശിക തലത്തിൽ, ദേശീയ തലത്തിൽ ദീദിയുടെ പാർട്ടി വളരെ ശക്തമാണ്. ലോക്സഭയിൽ മൂന്നാമത്തെ ഏറ്റവും വലിയ പാർട്ടിയാണ്. ഒന്നാമത്തെ പാർട്ടി BJP, രണ്ടാമത്തെ പാർട്ടി സമാജ്വാദി, മൂന്നാമത്തെ പാർട്ടി തൃണമൂൽ കോൺഗ്രസ്സാണ്. അപ്പോൾ തൃണമൂൽ കോൺഗ്രസ്സിന് 28 MP മാരുണ്ട് ലോക്സഭയിൽ. അവരിൽ 20 പേർ, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 19 പേർ പ്രത്യേക ബ്ലോക്കായിട്ടിരിക്കാൻ എഴുതി കൊടുത്തിരിക്കുകയാണ്. അവരുടെ റിംഗ് ലീഡർ എന്ന് പറയുന്നത് കാഗോളി ഘോഷ് എന്ന് പറഞ്ഞ ഒരു മഹതിയാണ്. ഈ കാഗോളം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വിഷം എന്നാണ്. കാഗോളധരൻ എന്ന് പറയുന്നത് പരമശിവനാണ്. അപ്പോൾ കാഗോളം എന്ന പേര് ഇവർക്ക് ഇട്ടത് കാരണവന്മാരെ ആലോചിച്ചതിന് ഇട്ടതായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇവർ കൽക്കട്ടയിലെ പ്രസിദ്ധിയായ ഒരു ഗൈനക്കോളജിസ്റ്റാണ്. അവരുടെ ഭർത്താവ് അദ്ദേഹവും ഒരു ഗൈനക്കോളജി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഡോക്ടറാണ് പുള്ളി. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിന് രാജ്യത്ത് തന്നെ പ്രസിദ്ധനായിട്ടൊരു വ്യക്തിയാണ് പുള്ളി. തൃണമൂൽ കോൺഗ്രസ്സുകാരനാണ്. കുറച്ച് നാൾ മമതാ ബാനർജിയുടെ മന്ത്രിസഭയിൽ മന്ത്രിമാർ, രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബമാണ്. ഈ കാഗോളിയുടെ അമ്മാവനായിരുന്നു CPI നേതാവും ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെ ദേശീയ സെക്രട്ടറിയുമായിരുന്ന ഗുരുദാസ് ദാസ് ഗുപ്ത. അങ്ങനെ വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബമാണ്. ഇവരുടെ അച്ഛനും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. മൊത്തം രാഷ്ട്രീയക്കാരുമാണ്, ഗൈനക്കോളജിസ്റ്റുകളുമാണ്. അപ്പോൾ ഈ കാഗോളിയുടെ നേതൃത്വത്തിൽ 19 MP മാർ വേറെ ബ്ലോക്കായിട്ടിരിക്കും. കഴിഞ്ഞ ദിവസം വരെ മമതാ ബാനർജിയുടെ ഏറ്റവും അരുമയായിരുന്ന ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ യുവജന വിഭാഗം നേതാവ് ഉണ്ട്, സായോനി എന്നാണ് അവരുടെ പേര്. ഇവരവിടുത്തെ ഒരു പാട്ടുകാരിയുമാണ്, സിനിമാ നടിയുമാണ്, തൃണമൂൽ കോൺഗ്രസിൻ്റെ തീപ്പൊരി നേതാവുമാണ്, യുവജന വിഭാഗത്തിൻ്റെ പ്രസിഡൻറ്റുമാണ്. അവർ കൂടി ദീദിയെ തള്ളിപ്പറഞ്ഞു. തെരഞ്ഞെടുപ്പിൻ്റെ പിറ്റേ ദിവസം വരെ ഈ സായോനി ഘോഷ് പറഞ്ഞിരുന്നത് പശ്ചിമ ബംഗാളിൽ ദീദി തന്നെയാണ് നേതാവ്, ഇവിടുത്തെ സ്റ്റോളൻ ഇലക്ഷനാണ്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടത്തി, വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തി, തെരഞ്ഞെടുപ്പ് തന്നെ തട്ടിപ്പാണ് എന്ന് പറഞ്ഞിരുന്ന സായോനി ഇതാ ഇപ്പോൾ നേരം എന്താണ് കോഴി 3 തവണ കൂന്നതിന് മുമ്പ് മമതാ ദീദിയെ തള്ളിപ്പറഞ്ഞു. അവരിപ്പോൾ വിമതയായിട്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് മമത, മറുഭാഗത്ത് വിമത. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മാത്രമല്ല, ഈ മമതാ പാർട്ടിയിൽ വേറൊരു ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ഏറ്റവും അധികം സ്ത്രീകൾക്ക് അവസരം കൊടുക്കുന്ന പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. അവരുടെ സ്ഥാനാർത്ഥികളുടെ 20% സ്ത്രീകളാണ്. പാർലമെൻറ്റ് അംഗങ്ങളിലും നല്ലൊരു ഭാഗം സ്ത്രീകളാണ്. ഈ സ്ത്രീകൾ ഏറെക്കുറെ എല്ലാവരും തന്നെ മമതയെ തള്ളിപ്പറഞ്ഞു. ഒരുപാട് ബുദ്ധിജീവികൾക്കും കായിക താരങ്ങൾക്കും കലാകാരന്മാർക്കുമൊക്കെ അവസരം കൊടുത്തിട്ടുള്ള പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. ഈ ബുദ്ധിജീവികളിൽ തന്നെ നല്ലൊരു ഭാഗം, കായിക താരങ്ങളിൽ തന്നെ നല്ലൊരു ഭാഗം ഇപ്പോൾ മമതയെ തള്ളിപ്പറഞ്ഞു. ബാക്കിയുള്ളൊരു കയ്യാലപ്പുറത്തിരിക്കുകയാണ്. മമതാ ബാനർജിയുടെ വിശ്വസ്തനായിരുന്നു യൂസഫ് പത്താൻ. ഇയാളൊരു ക്രിക്കറ്റ് കളിക്കാരനാണ്, ഗുജറാത്തിയാണ്. പുള്ളിയെ ഗുജറാത്തിൽ നിന്ന് ബഹ്റാംപൂരിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് ജയിപ്പിച്ചത് മമതാ ബാനർജിയാണ്. പക്ഷേ അയാളിതിപ്പോൾ വിമത തൃണമൂൽ കോൺഗ്രസ്സുകാരനായി മാറിയിരിക്കുകയാണ്. അതുപോലെ ഒരാളാണ് ഫുട്ബോൾ കളിക്കാരൻ പ്രസൂൻ ബാനർജി. ഇതിഹാസ താരം PK ബാനർജിയുടെ അനുജനാണ്. ഇന്ത്യക്ക് വേണ്ടി പലതവണ ഫുട്ബോൾ കളിച്ചിട്ടുള്ള ആളാണ്. അർജുന അവാർഡ് വരെ കിട്ടിയിട്ടുള്ള ആളാണ്. ആ പ്രസൂൻ ബാനർജി
ദീർഘകാലമായിട്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവും ഹൗറ മണ്ഡലത്തിൽ നിന്നുള്ള പാർലമെൻറ്റ് അംഗവുമാണ്. അദ്ദേഹവും ദീദിയെ തള്ളിപ്പറഞ്ഞു. മുസ്ലിങ്ങളായ എം എൽ എമാരും എം പിമാരും വരെ മമതാ ബാനർജിയെ തള്ളിപ്പറഞ്ഞു കാഗോളിയുടെ പാർട്ടിയിൽ ചേർന്നിരിക്കുകയാണ്. സായോരിയുടെ കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെ ആദ്യം അധ്യാതം ആളുകളും ദീദിയെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. ഇനി ദീദിക്ക് എന്താണ് ഒരു മാർഗം എന്ന് ചോദിച്ചാൽ, ദീദിയുടെ കർ വാപ്പസിയാണ് ഇനി ഉടനെ നടക്കാൻ പോകുന്നത്. ദീദി തറവാടായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് മടങ്ങാൻ ആലോചിക്കും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്ത് സ്വീകരണമായിരിക്കും കിട്ടാതെ പറയാൻ പറ്റില്ല. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഇവരെ സ്നേഹപൂർവ്വം സ്വീകരിക്കും. ബംഗാളിൽ ഇപ്പോൾ ഉള്ള കോൺഗ്രസ്സുകാരുടെ സ്ഥിതി എന്തായിരിക്കും എന്ന് നമുക്കറിയില്ല. കാരണം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭരണം നടക്കാലത്ത് സാധാരണ കോൺഗ്രസ് സോണിയ കോൺഗ്രസ്സുകാർക്ക് അവിടെ യാതൊരു രക്ഷയുണ്ടായിരുന്നില്ല. ഇവരെ തൃണമൂൽ കോൺഗ്രസ്സുകാർ ഓടിച്ചിട്ട് തല്ലിയത്. സി പി എംകാരോടും അത് തന്നെയാണ് ചേർന്നത്. ഇവിടെ യൂസഫ് പത്താൻ്റെ കാര്യം, യൂസഫ് പത്താൻ തന്നെ ഗുജറാത്തിൽ നിന്ന് ബംഗാളിൽ അവതരിച്ചത് ബെഹ്റാംപൂർ മണ്ഡലത്തിൽ നിരന്തരമായി ജയിച്ചുകൊണ്ടിരുന്ന ലോക്സഭയിലെ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്ന അധീർ രഞ്ജൻ ചൗധരിയെ മുട്ടുകുത്തിക്കാൻ വേണ്ടിയിട്ടാണ്. യൂസഫ് പത്താൻ വന്നപ്പോൾ അധീർ രഞ്ജൻ തോറ്റുപോയി. അങ്ങനെയുള്ള നേതാവാണ് മമതാ ബാനർജി. അവർക്ക് സോണിയ കോൺഗ്രസ് പിന്തുണ കൊടുക്കുക അല്ലെങ്കിൽ ആ പാർട്ടിയിലേക്ക് ഇവരെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫലം ഭയാനകമായിരിക്കും. ഇതാണ് അവിടുത്തെ അപ്പോഴത്തെ അവസ്ഥ. അങ്ങനെ മമതാ ബാനർജി ഗതികെട്ട് പുല്ല് തിന്നുന്ന അവസ്ഥയിലേക്ക് എത്തും. സോണിയ കോൺഗ്രസ് അവരെ സ്വാഗതം ചെയ്ത് സ്വന്തം കുഴി കുഴിക്കാൻ തയ്യാറാകും. ഇനി തൃണമൂൽ കോൺഗ്രസ് ഏതാണ്, സോണിയ കോൺഗ്രസ് ഏതാണ്, അന്ന് ആർക്കും അറിയാൻ പാടാത്ത അവസ്ഥ വരും. അടുത്ത ഘട്ടത്തിൽ ഈ സോണിയാഗാന്ധിക്ക് ഇട്ട് തന്നെ പണി കൊടുക്കാൻ മമതാ ബാനർജിയും പഠിക്കുകയില്ല. മമതാ ബാനർജിക്ക് പണി കൊടുക്കാനായിട്ട് ബംഗാളിലെ സാധാരണക്കാരായ കോൺഗ്രസ്സുകാരും പഠിക്കുകയില്ല. അങ്ങനെ സംഗതി വളരെ രസകരമായ ഒരു പരിണതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ മമതാ ബാനർജിയെ പിന്തുണച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ നിശബ്ദരാണ്. ബുദ്ധിജീവികളില്ല, മാധ്യമ പ്രവർത്തകരില്ല, ദീദിയുടെ അവതാരങ്ങൾ പാടിക്കൊണ്ട് നടന്ന പാണന്മാരുമില്ല, ആരുമില്ല. ഒരാൾക്ക് സംഭവിക്കാവുന്ന ഒരു വലിയ ദുരന്തം എന്ന് പറയുന്നതാണ് കഴിഞ്ഞ മുമ്പത്തെ മാസം വരെ തലയിൽ കയറ്റിക്കൊണ്ടിരുന്ന ആളുകളാരും ഇപ്പോൾ മമതാ ബാനർജിയെ കണ്ടാൽ തിരിച്ചറിയുകയില്ല. അവരുടെ ഏറ്റവും വിശ്വസ്തരായിരുന്ന ആളുകൾ ഇപ്പോൾ അവരെ കണ്ടാൽ വിടാത്ത അവസ്ഥയിലെത്തി, ചിരിക്കാത്ത അവസ്ഥയിലെത്തി. വീട്ടിൽ കല്യാണം നടക്കുകയാണെങ്കിൽ മമതാ ബാനർജിയെ വിളിക്കാത്ത അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ദുര്യോഗം ഈ സമീപകാലത്തൊന്നും ഇന്ത്യയിൽ വേറൊരു രാഷ്ട്രീയ നേതാവിനും ഉണ്ടായിട്ടില്ല. അവർ നട്ട് നനച്ച് വളർത്തിയ പാർട്ടിയിൽ നിന്ന് അവരെ പുറത്താക്കുന്നു, വേറെ ബ്ലോക്കായിട്ടിരിക്കും. തൃണമൂൽ കോൺഗ്രസിൻ്റെ ചിഹ്നം ഈ വിമതന്മാർ കൊണ്ടുപോകാൻ പോകുന്നു, കൊടി അവർ കൊണ്ടുപോകാൻ പോകുന്നു. മമതാ ബാനർജിക്ക് ബാക്കി എന്തുണ്ട്? അവരുടെ പഴയ മാരുതി 800 കാറുമുണ്ട്, ഈ 5 or 6 കോറ സാരികളുമുണ്ട്, പിന്നെ സൽപ്പേരാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതും ആകെ കുഴപ്പത്തിലായിരിക്കും. ഇത് കഴിഞ്ഞാൽ പിന്നെ മമതാ ബാനർജിക്ക് ബാക്കിയുള്ളത് ഈ കോറ സാരിയും മാരുതി 800 കാറും കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ദുഷ്പേര് മാത്രമാണ്. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥ ശത്രുക്കൾക്ക് പോലും വരുത്തരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന.